Next session is maximum minimum problems. Okay, so നമ്മൾ മാക്സിമം മിനിമം തിയറം എന്ന് പറഞ്ഞൊരു സെഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മളൊരു എക്സ്ട്രീം വാല്യൂ തിയറം പറഞ്ഞിരുന്നു. നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഒരു മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ആ തിയറത്തിൽ പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ആ സെക്ഷനിൽ തന്നെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഒരു ഫംഗ്ഷൻ എഫിന് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യാവുന്ന പോയിൻറ്റ്സ് ഈ ഫംഗ്ഷൻ്റെ ഈ ഇൻ്റർവെല്ലിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എ ബിയും പിന്നെ അതേപോലെ ഈ ഫംഗ്ഷൻ എഫിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സും എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ആ ഫംഗ്ഷന് മാക്സിമം മിനിമം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുക ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ എൻഡ് പോയിൻറ്റ്സ് ആയ എ ബി ആൻഡ് ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സുകളിലായിരിക്കും. ഇത്രയും പോയിൻറ്റുകളിൽ മാത്രമായിരിക്കും ആ ഫംഗ്ഷന് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. സോ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് മാക്സിമം വാല്യൂസ് എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുക എ ബി എന്ന് പറയുന്ന അതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആയ എ ബിയിലും പിന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയ x1 x2 എക്സെട്ര xnയിലേക്കും ഇത്രയും വാല്യൂസിൽ മാത്രമേ ഉള്ളൂ ആ ഫംഗ്ഷന് എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഈ പോയിൻറ്റുകളിൽ ഏത് പോയിൻറ്റിലാണ് ഫംഗ്ഷന് ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നതും ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നതും നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ മാക്സിമ ആൻഡ് മിനിമം വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ x1 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് x1 എന്താവണം, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0. ഓക്കെ, എഫ് ഡാഷ് ഓഫ് x1 ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ എഫ് ഡബിൾ ഡാഷ് ഓഫ് x1 ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പെരിമീറ്റർ പോസിബിൾ ഫോർ എ റെക്റ്റാങ്കിൾ ഹൂസ് ഏരിയ ഈസ് 16 inch സ്ക്വയർ. ഓക്കെ, സോ വി ഹാവ് എ റെക്റ്റാങ്കിൾ ആൻഡ് അതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 16 inch സ്ക്വയർ. വി ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ, സ്മോളസ്റ്റ് പോസിബിൾ പെരിമീറ്റർ. ഈ റെക്റ്റാങ്കിളിന് പറ്റുന്ന ഏറ്റവും ചെറിയ പെരിമീറ്റർ ഏതാണെന്ന് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ പെരിമീറ്റർ ഏതാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ തന്നിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആയിട്ട് എക്സും ബ്രെഡ്ത്ത് ആയിട്ട് വൈയും എടുത്തു. ആൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്, 16 inch സ്ക്വയർ ആണ്. അതായത് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 16. സോ ഇവിടെ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു 16/x എന്ന് എഴുതാം. ആൻഡ് നമുക്ക് പി ആണ് പെരിമീറ്റർ ആണ് കാണേണ്ടത് അല്ലേ. സോ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്, ഇറ്റ് ഈസ് 2 ഇൻറ്റു എൽ പ്ലസ് ബി. സോ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്, ദാറ്റ് ഈസ് ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതായത് 2x പ്ലസ് 2y. സോ ഇവിടെ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്കിവിടെ വൈ ഈക്വൽ ടു 16/x ആണ് എന്നറിയാം. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 ഇൻറ്റു 16/x, ദാറ്റ് ഈസ് p ഈക്വൽ ടു 2x പ്ലസ് 32/x. സോ ഇവിടെ പെരിമീറ്റർ എന്താണ്, പെരിമീറ്റർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് കിട്ടി. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, സ്മോളസ്റ്റ് പോസിബിൾ പെരിമീറ്റർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് പെരിമീറ്റർ ഒരു ഫംഗ്ഷനാണ്, ഇതിൻ്റെ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ആണ് കാണേണ്ടത്. അതായത് ഇതിനെ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് പീൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് പീനെ മിനിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്, പീൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ പി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ 2x പ്ലസ് 32/x എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ലോക്കൽ മിനിമം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് പി എന്താണ്, ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ആൻഡ് ഇറ്റ്സ് ഡൊമൈൻ കൺസിസ്റ്റ് ഓഫ് ഓൾ നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സോ പി എന്താണ്, 2x പ്ലസ് 32/x ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. ആൻഡ് ഈ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, ഇതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിവിടെ എക്സ് ആണല്ലേ. സോ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം, എക്സ് എന്ന് പറയുന്നത് നമ്മളെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. സോ എക്സ് എന്തേ ആവാൻ പറ്റുള്ളൂ, എക്സ് 0 ആവാൻ പറ്റില്ല, കാരണം നമ്മളതിൻ്റെ ലെങ്ത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആയിട്ടാണ് എക്സിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. എക്സ് 0 ആവാൻ പറ്റില്ല, അതേപോലെ
എക്സ് നെഗറ്റീവും ആവാൻ പറ്റില്ല. സോ എക്സ് എന്താണ്? നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ടാണ് എക്സ് വരുന്നത്. ഡൊമൈൻ എന്താണ്? ഓൾ നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. സോ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിട്ട്, ഒരു എൻ പോയിൻറ്റ്സ് ഉള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല. കാരണം അത് എൻ്റെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് അതിൽ വരുന്നുണ്ട്. സോ അതിനെന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഹാസ് നോ എൻ പോയിൻറ്റ്സ്. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സ്, ലോക്കൽ മാക്സിമം ആവട്ടെ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആവട്ടെ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആവട്ടെ, ഇത് എക്സിസ്റ്റ് ചെയ്യുക എവിടേക്കാണ്? അതിൻ്റെ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽസിൻ്റെ എൻ പോയിൻറ്റ്സ്. ഇപ്പോൾ എ ബി ആണെങ്കിൽ ഒന്നെങ്കിൽ എയിൽ അല്ലെങ്കിൽ ബിയിൽ, ഈ എ ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ പി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്തില്ല, ഇറ്റ് ഹാസ് നോ എൻ. സോ അതിൻ്റെ മിനിമം വാല്യൂ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് പിൻ്റെ മിനിമം വാല്യൂ കാണാൻ ഇനി എന്ത് ചെയ്യണം? പിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതാണെന്ന് കാണണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിന് എഫ് ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ടു 0 കൊടുക്കും. ആ രീതിയിൽ വരുന്ന പോയിൻറ്റ്സ് എക്സുകളെയാണ് നമ്മളതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ് വരെ. സോ നമ്മളിവിടെ ഡി പി ബൈ ഡി എക്സ് ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ പി ഓഫ് എക്സിനെ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 2 - 32 ബൈ എക്സ് സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2x സ്ക്വയർ - 32 ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 2x സ്ക്വയർ - 32 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 കൊടുത്തു. ഇവിടെ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? +or -4 ആണ്. പക്ഷേ എക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ്. അതുകൊണ്ട് അതെന്താവാൻ പറ്റില്ല, അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. ഓക്കെ, ആൻഡ് 0യും ആവില്ല. സോ എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സോ നമുക്ക് എന്തെടുക്കാം? എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫംഗ്ഷൻ പി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻ്റാണ്. അതായത് ഈ പി ഓഫ് എക്സിന് ഒരു എക്സ്ട്രീം, ലോക്കൽ എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ അതിനൊരു മാക്സിമം എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യും. സോ മാക്സിമം വാല്യൂ ആണോ മിനിമം വാല്യൂ ആണോ എക്സ് ഇസ് ഈക്വൽ ടു 4ൽ നമ്മളെ ഫംഗ്ഷൻ പി ഓഫ് എക്സിന് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യും. അതായത് നമ്മൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണും. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മൾ ഇതെന്ത് ചെയ്യാണ്? ഈ പിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -32 ഇൻറ്റു -2 ബൈ എക്സ് ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ബൈ എക്സ് ക്യൂബാണ്. സോ ഇവിടെ എക്സ് എന്താണ്? എക്സ് ഈസ് പോസിറ്റീവ് അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ 64 ബൈ എക്സ് ക്യൂബ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എക്സ് ക്യൂബും എന്താവും? ഗ്രേറ്റർ ദാൻ 0. സോ 65 ബൈ എക്സ് ക്യൂബ് എന്താവും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4നും ഇതെന്താവും? പോസിറ്റീവും. ഫോർ ഓൾ എക്സിന് ഇത് പോസിറ്റീവാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 4നും ഡി സ്ക്വയർ പി ബൈ ഡി എക്സ് സ്ക്വയർ എന്താണ്? പോസിറ്റീവാണ്. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 4ൽ ഈ ഫംഗ്ഷൻ പി ഓഫ് എക്സിന് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് എ മിനിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു 4. നമുക്ക് കിട്ടിയത് പി ഓഫ് എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു 4ൽ ഒരു മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കിട്ടിയത്. നമുക്ക് അതിൻ്റെ മിനിമം വാല്യൂ എന്താണ് എന്നാണ് കാണേണ്ടിയിരുന്നത്. സോ മിനിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 4. അതിൻ്റെ ലെങ്ത്ത് 4 ആകുമ്പോഴാണ്. ലെങ്ത്ത് 4 ആകുമ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് എന്തായിരുന്നു? ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 16 ബൈ എക്സ് ആയിരുന്നു. ദാറ്റ് ഈസ് 16 ബൈ 4 ഈക്വൽ ടു 4. സോ ലെങ്ത്ത് 4ഉം ബ്രെഡ്ത്ത് 4ഉം ആവുമ്പോഴാണ് നമ്മൾ പെരിമീറ്റർ എന്താവുന്നത്? മിനിമം ആവുന്നത്. അതായത് the perimeter is minimum when the rectangle is a square of side 4 inches and the minimum perimeter എന്താണ്? Perimeter is 2 into x plus y ആണ്. So minimum perimeter is 2 into 4 plus 4, that is equal to 16. So minimum perimeter എന്താണ്? It is 16 inches. Next question നോക്കാം. You are planning to make an open rectangular box from a 15 by 8 inch piece of cardboard by cutting squares from the corners and folding up the sides. What are the dimensions of the box of the largest volume you can make in this way? Okay.
സോ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഓപ്പൺ റെക്റ്റാങ്കുലാർ ബോക്സ് ഉണ്ടാക്കുകയാണ്. ഒരു റെക്റ്റാങ്കുലാർ ബോക്സ് ഓപ്പൺ ആണ്. സോ അതിന് അടപ്പില്ലാത്ത ഒരു റെക്റ്റാങ്കുലാർ ബോക്സ് മേക്ക് ചെയ്യാണ്. എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്ന്. ഓക്കെ, ഒരു പീസ് ഓഫ് കാർഡ്ബോർഡ് ഉണ്ട്. ആൻഡ് ഈ കാർഡ്ബോർഡിൻ്റെ ഡയമെൻഷൻസ് ആണ് തന്നിട്ടുള്ളത് 15/8 ഇഞ്ച്. അതായത് ലെങ്ത്ത് 15ഉം ബ്രെഡ്ത്ത് 8 ഇഞ്ചും വരുന്ന ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്നും നമ്മൾ എന്താണ് ഒരു ഓപ്പൺ റെക്റ്റാങ്കുലാർ ബോക്സ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? ബൈ കട്ടിങ് സ്ക്വയേഴ്സ് ഫ്രം ദ കോർണേഴ്സ് ആൻഡ് ഫോൾഡിങ് അപ്പ് ദ സൈഡ്സ്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലാർ കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, ആ അതിൻ്റെ ഡയമെൻഷൻ, അതിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചസും ബ്രെഡ്ത്ത് 8 ഇഞ്ചസുമാണ്. അപ്പോൾ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ 4 കോർണേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ സൈഡുകൾ എന്ത് ചെയ്യണം? ഫോൾഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഓപ്പൺ റെക്റ്റാങ്കുലാർ ബോക്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ദ ബോക്സ് ഓഫ് ലാർജസ്റ്റ് വോളിയം യു ക്യാൻ മേക്ക് ഇൻ ദിസ് വേ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ലാർജസ്റ്റ് വോളിയം വരുന്ന ബോക്സിൻ്റെ ഡയമെൻഷൻസ് എന്താണ് എന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം, അത് ലാർജസ്റ്റ് വോളിയം ആയിട്ട് വരുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻ. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ അതിന് 3 ഡയമെൻഷൻസും ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ അത് 3ഉം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ കാർഡ്ബോർഡ് പീസ്. 15 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് ബ്രെഡ്ത്തുമുള്ള കാർഡ്ബോർഡ് പീസ് കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കോർണറിനും 4 കോർണേഴ്സിൽ നിന്നും നമ്മൾ എന്താണ് സ്ക്വയേഴ്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ സൈഡായിട്ട് ലെറ്റ് ദ എക്സ് ഇഞ്ചസ് ബി ദ സൈഡ് ഓഫ് ഈച്ച് സ്ക്വയർ. കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ഇഞ്ചാണ് എന്നെടുത്തു. ഓക്കെ, സോ അങ്ങനെ എക്സ് ഇഞ്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബോക്സ്, ഓക്കെ, എന്നിട്ട് അത് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്. സോ ആ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബോക്സിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഉള്ള കാർഡ്ബോർഡ് പീസിൻ്റെ ലെങ്ത്ത് 15 ആണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോക്സ് എക്സ് സൈഡുള്ള സ്ക്വയർ കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു എക്സ് പോവും, ഇവിടെയും ഒരു എക്സ് പോവും. സോ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 15 - 2x. സോ ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? 15 - 2x. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് 8 ഇഞ്ചസ് ആണ്. സോ ഈ 2 സൈഡിലും നമ്മൾ എക്സ് ലെങ്ത്ത് ഉള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സോ അതിൻ്റെ ബ്രെഡ്ത്ത് എന്താവും? 8 - 2x. സോ ബ്രെഡ്ത്ത് ഓഫ് ദ ബോക്സ് ഈസ് 8 - 2x. ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സ്ക്വയറിൻ്റെ ഹൈറ്റ് അല്ല, എന്നിട്ട് അത് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ സ്ക്വയറിന് നമ്മൾ കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. സോ ഹൈറ്റ് ഓഫ് ദ ബോക്സ് എന്തായിരിക്കും? എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബോക്സിൻ്റെ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് ദ റെക്റ്റാങ്കുലർ ബോക്സ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ഇവിടെ ലെങ്ത്ത് എന്തായിരുന്നു? 15 - 2x ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് 8 - 2x ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബോക്സ് ദാറ്റ് ഈസ് എക്സ്. സോ വോളിയം ഈസ് ഈക്വൽ ടു 15 - 2x ഇൻറ്റു 8 - 2 ഇൻറ്റു എക്സ്. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 120x - 46x² + 4x³. ഇതാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ വോളിയം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വോളിയം ലാർജസ്റ്റ് ആയിട്ട് വരുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? വോളിയം മാക്സിമം ആവണം, ലാർജസ്റ്റ് വോളിയം ആവണം. അതായത് വോളിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. സോ വോളിയം മാക്സിമൈസ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? മാക്സിമം വോളിയം എന്താണ് എന്ന് കാണണം. ആ മാക്സിമം വോളിയം വരുന്ന പോയിൻ്റ് ഏതാണെന്ന് കാണണം. മാക്സിമം വോളിയം വരുന്ന എക്സ് ഏതാണെന്ന് കാണണം. സോ അതായിരിക്കും. സോ എക്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വോളിയം വരുന്ന എക്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ എക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ വോളിയം എന്താണ്? വോളിയം ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലേ? ആൻഡ് ഈ വോളിയം നോക്കൂ, ദിസ് ഈസ് എ പോളിനോമിയൽ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ. ഇനി നമ്മൾ എക്സ് ആയിട്ട് എന്താ ചൂസ് ചെയ്തിരുന്നത്? നമ്മൾ 2 സൈഡിൽ നിന്നും 4 കോർണറിൽ നിന്നും കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ സൈഡായിട്ടാണ് എക്സ് ചൂസ് ചെയ്തത്. ഇനി എക്സ് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ നമ്മൾ കാർഡ്ബോർഡ് പീസിൻ്റെ ബ്രെഡ്ത്ത് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? ഇറ്റ് വാസ് 8 ഇഞ്ചസ് ആയിരുന്നു അതിൻ്റെ ബ്രെഡ്ത്ത്. സോ നമ്മൾ ഈ ഒരു ബ്രെഡ്ത്ത് കൺസിഡർ ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 2 സൈഡിൽ നിന്നും എന്ത് ചെയ്യണം? സ്ക്വയർ കട്ട് ചെയ്യണം. സോ 2 സൈഡിൽ നിന്നും എക്സ് സൈഡ് വരുന്ന സ്ക്വയർ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ഈ എക്സിന് വരാവുന്ന വാല്യൂ എത്രയാണ്? അപ്പോൾ ഞാൻ x1 ഇവിടുന്ന് കട്ട് ചെയ്താൽ ഇവിടുന്നും 1 x = 1 ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ കട്ട് ചെയ്യാം. 2 കട്ട് ചെയ്താൽ ഇവിടുന്നും അതേപോലെ കട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ മാക്സിമം എക്സ് അപ്പോൾ എത്രയേ വരാൻ പറ്റുള്ളൂ? 4 വരാൻ പറ്റുള്ളൂ. കാരണം ആകെ ടോട്ടൽ 8 ഉള്ളൂ. സോ 4
ലെങ്ത് ഉള്ള ഒരു എക്സ് 4 ആയിട്ട് വരുന്നത്. അതായത് 4 ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ 4 ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ഇവിടെ നിന്നും കട്ട് ചെയ്യാം. മാക്സിമം 8 വരുന്നുള്ളൂ. സോ എക്സ് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ എന്തേ ഉള്ളൂ ഈസ് 4. ദാറ്റ് ഈസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ആൻഡ് എക്സ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ലെങ്ത് ആണ്. സോ എക്സ് എന്തായാലും ഇറ്റ് ഷുഡ് ആൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്ക് ഇതിൻ്റെ ഡൊമൈൻ എക്സിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ക്ലോസ്ഡ് 0 ആൻഡ് 4. ആ ഒരു ഇൻ്റർവെല്ലിലുള്ള വാല്യൂസ് ആയിട്ടായിരിക്കും എക്സ് വരിക. സോ നമ്മളെ ഫംഗ്ഷൻ വി എന്താണ്? എക്സിലുള്ളൊരു ഫംഗ്ഷനാണ്. ആൻഡ് എക്സിൻ്റെ വാല്യൂസ് എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് 4. സോ അതിൻ്റെ ഡൊമൈൻ, നമ്മളെ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? 0 ആൻഡ് 4 ആണ്. നമുക്കിവിടെ ലാർജസ്റ്റ് വോളിയം ആണ് കാണേണ്ടത്. അതായത് നമുക്ക് വോളിയം എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. സോ വോളിയം മാക്സിമൈസ് ആവാൻ അല്ലെങ്കിൽ വോളിയം മാക്സിമം വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഈ ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഓക്കെ, ഈ ഫംഗ്ഷൻ വി ഓഫ് എക്സിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ വി ഓഫ് എക്സിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാം. സോ വി ഓഫ് എക്സിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കണം. സോ ഫസ്റ്റ് നമ്മൾ വി ഡാഷ് ഓഫ് എക്സ് കാണും. അതായത് ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 120 മൈനസ് 92 എക്സ് പ്ലസ് 12 എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇതിലെല്ലാത്തിലും 4 കോമൺ ഉണ്ട്, അതിന് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് 4 ഇൻറ്റു 3x മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 6 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ ഡി വി ബൈ ഡി എക്സ് കിട്ടി. ഇനി ഇതിനെ ഇക്വൽ ടു 0 ചെയ്യണം. അങ്ങനെ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. സോ 4 ഇൻറ്റു 3x മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഇസ് ഈക്വൽ ടു 5/3 കിട്ടും. ആൻഡ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു 5/3 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 6. പക്ഷേ നമ്മൾ എക്സ് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് 0, 4 അല്ലേ? പക്ഷേ ഈ 6 എക്സ് ഇസ് ഈക്വൽ ടു 6 എന്താണ്? ഈ ഇൻ്റർവെല്ലിൻ്റെ പുറത്താണ്. സോ ഈ എക്സ് ഇസ് ഈക്വൽ ടു 6 നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എക്സ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 5/3. അത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 ഈസ് നോട്ട് എ പോയിന്റ് ഓഫ് ദ ഡൊമൈൻ. സോ ഇറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ. ആൻഡ് സോ നമ്മൾ എക്സ് എന്താണ്? ഇറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 5/3. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5/3 എന്താണ്? വി ഓഫ് എക്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ഇനി അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ഇതിന് എന്ത് ചെയ്യും? ഒരു ലോക്കൽ എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ലോക്കൽ മിനിമം ആവും അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം. അപ്പോൾ അവിടെ ലോക്കൽ മിനിമം ആണോ മാക്സിമം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഓഫ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു. സോ ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 92 പ്ലസ് 24x എന്ന് കിട്ടും. ഇനി ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5/3. ക്രിട്ടിക്കൽ പോയിന്റ് അതാണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5/3 അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 52 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ലെസ് ദാൻ 0. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5/3 അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? ലെസ് ദാൻ 0 ആണ്. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5/3 നമ്മളെ ഫംഗ്ഷൻ വിക്ക് എന്താണുള്ളത്? വി ഹാസ് എ മാക്സിമം. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5/3 ഈ ഫംഗ്ഷൻ എന്തുണ്ട്? നമ്മൾ വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ലോക്കൽ മാക്സിമം ഉണ്ട്. സോ ഈ ഇൻ്റർവെൽ 0 ക്ലോസ്ഡ് 0, 4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. സോ 0, 5/3, 4 ഈ ഫംഗ്ഷൻ പോയിന്റുകളെല്ലാം ഈ ഫംഗ്ഷൻ എന്തുണ്ട്? ലോക്കൽ എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 5/3 നമ്മൾ ലോക്കൽ മാക്സിമം ആണെന്ന് കണ്ടു. നമ്മളോട് കാണാൻ പറഞ്ഞ ലാർജസ്റ്റ് വോളിയമാണ്. സോ ഇതിൽ ഏത് പോയിന്റിലാണ് ഏറ്റവും ലാർജസ്റ്റ് വോളിയം വരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റിലുള്ള വോളിയം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി. സോ വി ഓഫ് 5/3 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഓഫ് 5/3 ഈക്വൽ ടു 2450/27 എന്ന് കിട്ടും. വി ഓഫ് 0 എക്സിൻ്റെ സ്ഥലത്ത് 0 കൊടുക്കുക. സോ വി ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ വി ഓഫ് 4 ഈക്വൽ ടു 0 ആണെന്ന് കിട്ടും. സോ ഇതൊക്കെ ഓക്കെ, അതും 0 ആണ് കിട്ടി. അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് എന്താണ്? 2450/27. അതെവിടെയാണ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 5/3. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ മാക്സിമം വോളിയം എന്താണ്? ഇറ്റ് ഈസ് 2450/27 ആണ്. ആൻഡ് ഈ മാക്സിമം വോളിയം ആ ബോക്സിന് എപ്പോഴാണ് വരുന്നത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 5/3. അതായത് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ ലെങ്ത്ത് 5/3 ആകുമ്പോഴാണ്. സോ സ്ക്വയറിൻ്റെ ലെങ്ത്ത് 5/3 ആണ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിൻ്റെ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? കാരണം നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് ആയിട്ട് ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത്ത് എന്തായിരുന്നു? 15 - 2x ആണ്. സോ അവിടെ 15
മൈനസ് 2 ഇൻറ്റു 5/3 ചെയ്യുമ്പോൾ 35/3 ഇഞ്ചസ് കിട്ടും. ബ്രെഡ്ത്ത് ആയിട്ട് ചൂസ് ചെയ്തതിന് 8 മൈനസ് 2x ആണ്. സോ അവിടെ x ഇസ് ഈക്വൽ ടു 5/3 കൊടുക്കുക. അപ്പോൾ ബ്രെഡ്ത്ത് കിട്ടും. ആൻഡ് ഹൈറ്റ് എന്തായിരുന്നു എക്സ്, ദാറ്റ് ഈസ് x ഇസ് ഈക്വൽ ടു 5/3. സോ അതിൻ്റെ ഡയമെൻഷൻ, ലാർജസ്റ്റ് വോളിയം വരുന്ന ബോക്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? 35/3, ലെങ്ത്ത് 35/3, ബ്രെഡ്ത്ത് 14/3 ആൻഡ് ഹൈറ്റ് 15/3. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇലുമിനേഷൻ ഫ്രം എ പോയിന്റ് ലൈറ്റ് സോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സോഴ്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ് ടു ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. Given two point sources 10 meters apart with one source 4 times as intense as the other. Find the darkest point on the line segment joining the sources. Okay, so questionൽ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇലുമിനേഷൻ ഫ്രം എ പോയിന്റ് ലൈറ്റ് സോഴ്സ്, അതായത് രണ്ട് ലൈറ്റ് സോഴ്സസ് ഉണ്ട്. ഓക്കെ, ലൈറ്റ് സോഴ്സസ്, അവിടെ നിന്ന് ലൈറ്റ് വരുന്ന രണ്ട് സോഴ്സസ്, പോയിന്റ് സോഴ്സസ്, ആ രണ്ട് ലൈറ്റ് സോഴ്സസിന് നമ്മൾ എ ആൻഡ് ബി ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, ആൻഡ് അവിടെ നിന്ന് വരുന്ന ഇലുമിനേഷൻ, അതായത് അത് ലൈറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സോഴ്സ്. ആ സോഴ്സിൻ്റെ ലൈറ്റിൽ, ആ സോഴ്സിലുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് ഇതിൽ ഇലുമിനേഷൻ എന്താവും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ ഈ ഇലുമിനേഷൻ, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുമുള്ള ഇലുമിനേഷൻ ആ ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഒരു പോയിന്റ് സോഴ്സ്, ആ പോയിന്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ്, അതിൻ്റെ ഇലുമിനേഷൻ എന്തായിരിക്കും? ആ ലൈറ്റ് സോഴ്സിലെ ഇൻറ്റൻസിറ്റിയുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ആ പോയിന്റ് സോഴ്സിൽ നിന്നും ഒബ്സർവേഷൻ പോയിന്റ്, ഒ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ പോയിന്റ് ആണെങ്കിൽ, പോയിന്റ് സോഴ്സിൽ നിന്നും ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറുമായിട്ട് ഈ ഇലുമിനേഷൻ എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഓക്കെ, നൗ ഗിവൻ ടു പോയിന്റ് സോഴ്സസ്, ഈ രീതിയിലുള്ള രണ്ട് പോയിന്റ് സോഴ്സസ് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് സോഴ്സസ് തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ 10 മീറ്റർ അപ്പാർട്ട്സ്. ഫ്രം എ ടു ബി എന്താണ്? ഇറ്റ് ഈസ് 10 മീറ്റർ അപ്പാർട്ടാണെന്നും പറയുന്നുണ്ട്. വിത്ത് വൺ സോഴ്സ് 4 ടൈംസ് ആസ് ഇൻറ്റൻസ് ആസ് ദ അതർ. അപ്പോൾ ഒരു സോഴ്സ് എന്താണ്? മറ്റേ സോഴ്സിനേക്കാളും 4 ടൈംസ് ഇൻറ്റൻസ് ആണ്. ദെൻ ഫൈൻഡ് ദ ഡാർക്കസ്റ്റ് പോയിന്റ് ഓൺ ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ സോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇത് എയും ബിയും ജോയിൻ ചെയ്യുന്ന ആ ലൈൻ സെഗ്മെൻറ്റിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, അതായത് ഏറ്റവും ലൈറ്റ് കുറഞ്ഞിട്ടുള്ള പോയിന്റ് ഏതാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ രണ്ട് പോയിന്റ് സോഴ്സ്, അത് 10 മീറ്റേഴ്സ് അപ്പാർട്ടാണ്. നമ്മൾ ഒബ്സർവേഷൻ പോയിൻ്റ് ആയിട്ട് ഒ ചൂസ് ചെയ്തു. ദെൻ എ ടു ഒ ഉള്ള ഡിസ്റ്റൻസ് എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒ ടു ബി, ഈ ഡിസ്റ്റൻസ് എന്താവും? ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 10 നിന്ന് എക്സ് കുറച്ചത് 10 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ കാണേണ്ടത് എന്താണ്? ഈ ലൈൻ സെഗ്മെൻറ്റിലെ ഏറ്റവും ഡാർക്കസ്റ്റ് പോയിന്റ്, അതായത് ഏറ്റവും കുറവ് ലൈറ്റ് കിട്ടുന്ന ആ പോയിന്റ് ഏതാണ് എന്നാണ് കാണേണ്ടത്. ഇനി ഈ രണ്ട് സോഴ്സിൻ്റെയും ഇൻറ്റൻസിറ്റി, A1ൻ്റെ ഇൻറ്റൻസിറ്റി I1 എന്നും ബിൻ്റെ ഇൻറ്റൻസിറ്റി I2 എന്നും നമ്മൾ ചൂസ് ചെയ്തു. നെക്സ്റ്റ് ലെറ്റ് L1 ബി ദ ഇലുമിനേഷൻ അറ്റ് O. നമ്മൾ ഒബ്സർവേഷൻ പോയിന്റ് O ഉണ്ടല്ലോ. സോ L1 ബി ദ ഇലുമിനേഷൻ അറ്റ് O ഫ്രം ദ ഫസ്റ്റ് ലൈറ്റ് സോഴ്സ്. എ എന്ന് പറയുന്ന ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള O എന്ന് പറയുന്ന ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഇലുമിനേഷനായിട്ട് L1 ചൂസ് ചെയ്തു. ആൻഡ് L2 എന്താണ്? അപ്പോൾ ഇലുമിനേഷൻ അറ്റ് O ഫ്രം ദ സെക്കൻഡ് ലൈറ്റ് സോഴ്സ്. ബിയിൽ നിന്നുമുള്ള ഇലുമിനേഷൻ അറ്റ് O ആയിട്ട് L2 ചൂസ് ചെയ്തു. ദെൻ L ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഇലുമിനേഷൻ അറ്റ് O. O എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? എ ബി, രണ്ട് പോയിന്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പോയിന്റാണ് O. O എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്നും ഇലുമിനേഷൻ വരുന്നുണ്ട്, ബിയിൽ നിന്നും ഇലുമിനേഷൻ വരുന്നുണ്ട്. എയിൽ നിന്നും വരുന്ന ഇലുമിനേഷൻ നമ്മൾ L1 ആയിട്ടും ചൂസ് ചെയ്തു. ബിയിൽ നിന്നും വരുന്ന ഇലുമിനേഷൻ നമ്മൾ L2 ആയിട്ട് ചൂസ് ചെയ്തു. സോ ടോട്ടൽ ഇലുമിനേഷൻ അറ്റ് O എന്തായിരിക്കും? L1 പ്ലസ് L2 ആയിരിക്കും. സോ L ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ആണ്. ഇനി ഈ L1ഉം L2ഉം എന്താണ്? ഫങ്ഷൻസ് ഓഫ് L ആണ്. കാരണം എന്താണ്? നമ്മൾ L1 എന്ന് ഇലുമിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇലുമിനേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞു. സോ ഈ ഇലുമിനേഷൻ L1ഉം L2ഉം ഇലുമിനേഷൻസ് എന്തായിരിക്കും? എക്സിൻ്റെ ഫങ്ഷൻസ്. L ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇലുമിനേഷൻ Lഉം എന്തായിരിക്കും? ഫങ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ 3 റിലേഷൻസ് എഴുതാൻ കഴിയും. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സോഴ്സിൽ നിന്നുള്ള ഇലുമിനേഷൻ മറ്റേ സോഴ്സിൽ നിന്നുള്ള ഇലുമിനേഷനേക്കാളിൻ്റെ 4 ടൈംസ് ആണ് എന്ന് പറഞ്ഞു. സോ ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ ഫ്രം വൺ സോഴ്സ് ഈസ് 4 ടൈംസ് ദ അതർ എന്ന് പറഞ്ഞു. സോ I2 എന്താണ്? നമ്മൾ I2ൻ്റെ ഇൻറ്റൻസിറ്റി 4 ടൈംസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് I1 ആണ് എന്ന് ചൂസ് ചെയ്തു. ദാറ്റ് ഈസ് I2 ഇസ് ഈക്വൽ ടു 4I1. നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി
അതായത് I2 എ എന്ന് പറയുന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റീനേക്കാൾ ഇന്ത്യയുടെ 4 ടൈംസ് ആണ് എന്ന് ചൂസ് ചെയ്തത്. അതായത് I2 ഇസ് ഈക്വൽ ടു 4I1. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു L1 എന്ന് പറയുന്നത് എന്താണ്, ഇലുമിനേഷൻ അറ്റ് ഒ ഫ്രം ദ പോയിന്റ് സോഴ്സ് എയിൽ നിന്നുമുള്ള ഇലുമിനേഷൻ ആണ് അറ്റ് ഒ. അതാണ് നമ്മൾ L1 ആയിട്ട് ചൂസ് ചെയ്തിരുന്നത്. സോ L1 എന്താണ്, ഇലുമിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ സോഴ്സ്. അതിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. L1 ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി I1 and inversely proportional to the square of the distance. That is inversely proportional to the square of distance പറഞ്ഞാൽ എന്താണ്, L1 is proportional to I1 by x square. L1 proportional to I1 ആണ് and L1 proportional to inversely proportional to distance square of the distance. L1 proportional to 1 by x square എന്നത്. സോ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, L1 proportional to I1 by x square എന്ന് എഴുതാം. ഇനി പ്രപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രപ്പോർഷണൽ സൈൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കെനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കെ ഇസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് L1 എന്താ എഴുതാം, L1 ഈക്വൽ ടു KI1 by x square എന്നെഴുതാം. അതേപോലെ L2 എന്തായിരിക്കും, അത് L2 എന്ന് പറയുന്നത് ബിയിൽ നിന്നുമുള്ള ഇലുമിനേഷനാണ്. സോ ആ ബിയിലെ ഇൻറ്റൻസിറ്റിയുമായിട്ട് ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ L2 ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു I2 ആൻഡ് L2 ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ബി ടു ഒ. ബിയിൽ നിന്നും ഒയിലേക്കുള്ള ആ ഡിസ്റ്റൻസുമായിട്ട് സ്ക്വയറുമായിട്ട് L2 എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ബിയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരുന്നു, ഇറ്റ് വാസ് 10 - x അല്ലേ. സോ L2 എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 10 - x ദ ഹോൾ സ്ക്വയർ. അതായത് L2 ഈസ് പ്രപ്പോർഷണൽ ടു 1 by 10 - x സ്ക്വയർ. അപ്പോൾ ഈ രണ്ടിൽ നിന്നും നമുക്ക് എന്താ എഴുതാം, L2 പ്രപ്പോർഷണൽ ടു I2 by 10 - x ദ ഹോൾ സ്ക്വയർ. പ്രപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് K ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് L2 ഈസ് ഈക്വൽ ടു K ഇൻറ്റു I2 by 10 - x ദ ഹോൾ സ്ക്വയർ. നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് എ ബി എന്ന് പറയുന്ന ഈ ലൈൻ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈനിലെ ഏറ്റവും ഡാർക്കസ്റ്റ് പോയിന്റ് ഏതാണ് എന്ന് കാണാനാണ് പറഞ്ഞത്. അതായത് ഇലുമിനേഷൻ ഏറ്റവും കുറഞ്ഞ പോയിന്റ്. ടോട്ടൽ ഇലുമിനേഷൻ അറ്റ് ഒ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, L1 + L2 ആണ്. സോ ഇലുമിനേഷൻ ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇലുമിനേഷൻ മിനിമം വരുന്ന പോയിന്റ് ഏതാണ് എന്ന് കാണണം. ഓക്കെ, സോ L എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. We have L is equal to L1 plus L2. L1 എന്താണ്, KI1 by x square plus L2 is KI2 by 10 - x the whole square. ദാറ്റ് ഈസ് ഈക്വൽ ടു KI1 by x square. I2 ഈക്വൽ ടു എന്താണ്, 4I1 ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. KI2ന് പകരം എന്ത് കൊടുക്കാം, 4I1 by 10 - x the whole square എന്ന് കൊടുക്കാം. സോ L is ഈക്വൽ ടു, ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് KI1 കോമൺ ഉണ്ട്, അത് പുറത്ത് കിട്ടുക. ബാക്കി എന്താ ഉണ്ടാവുക, 1 by x KI1 ഇൻറ്റു 1 by x square പ്ലസ് 4 by 10 - x the whole square എന്ന് കിട്ടും. ദിസ് ഈസ് L. ഓക്കെ, നമുക്കറിയാം L എന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ് ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് എ റേഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഡിഫറൻഷ്യബിൾ എവ്രിവെയർ എക്സെപ്റ്റഡ് ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിലല്ലാത്ത എല്ലാ കേസിലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിഫൈൻഡ് ആവും. സോ ഡിഫറൻഷ്യബിൾ ആയിരിക്കുള്ളൂ. സോ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് 0 ആവുന്ന കേസ് ഏതൊക്കെയാണ്, x² ഉണ്ട്. സോ x is equal to 0യിൽ ഡിനോമിനേറ്റർ 0 ആയിപ്പോകും. സോ x is equal to 0യിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല ആൻഡ് 10 - x the whole square ആണ്. സോ 10 - x the whole square ഇവിടെ x is equal to 10 ആയാലും എന്താണ്, ഡിനോമിനേറ്ററിൽ 0 വരും. സോ ഈ ഫംഗ്ഷൻ x is equal to 0യിലും x is equal to 10ലും എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഇനി നമ്മൾ എക്സ് ആയിട്ട് എന്തായിരുന്നു ചൂസ് ചെയ്തിരുന്നത്, എ എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും ഒബ്സർവേഷൻ പോയിൻ്റായ ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ എക്സ് ചൂസ് ചെയ്തിരുന്നത്. എയും ബിയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 10 മീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒ എന്ന് പറയുന്നത് എന്താണ്, ഈ 10 മീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഈ ഒരു 10 മീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ആവാം. സോ എക്സിൻ്റെ വാല്യൂ എന്തായാലും എന്തായിരിക്കും, 10നേക്കാളും ഈ 0 to 10ൻ്റെ ഇടയിലാണ് വരിക. ആൻഡ് അതെന്താവാൻ പറ്റില്ല, 0യും 10ഉം ആവാൻ പറ്റില്ല. 0യോ 10ഓ ആയാൽ ഈ ഫംഗ്ഷൻ എന്താവില്ല, ഡിഫൈൻഡ് ആവില്ല. സോ എക്സ് എന്തായിരിക്കും, 0 < x < 10 ആയിരിക്കും. സോ വി ഹാവ് ടു മിനിമൈസ് L ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0, 10.
സോ നമുക്ക് എല്ല് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ഓപ്പൺ 0 10ലാണ് എന്ത് ചെയ്യേണ്ടത്, മിനിമൈസ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ്, മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂസ് എവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ. സോ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സ് എന്താണ്, ആ ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ല, അതിൽ എൻ പോയിൻറ്റ്സ് ഇല്ല. സോ ഈ ഫംഗ്ഷൻ മിനിമം വരാൻ പോസിബിലിറ്റി എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഫംഗ്ഷൻ്റെ എൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ മാത്രമാണ്. സോ അത് ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുക. ആ പോയിൻറ്റ്സ് അങ്ങനെ വരുന്ന പോയിൻറ്റ്സാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ എൽ എന്താണെന്ന് നമുക്കറിയാം, അതിനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ എൽ ഇസ് ഈക്വൽ ടു KI1 ഇൻറ്റു 1/x² പ്ലസ് 4/10 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ KI1 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം 1/x². 1/x² എന്താണ്, x⁻². അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ, -2 x⁻², -1 ദാറ്റ് ഈസ് -2 x⁻³ ദാറ്റ് ഈസ് -2/x³. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, -2/x³. അടുത്തത് എന്താണ്, 4/10 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക, 4 കോൺസ്റ്റൻ്റ് ആണ്. 10 മൈനസ് എക്സ് 1/10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് 10 മൈനസ് എക്സ് ദ ഹോൾ -2 എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ 4 ഇവിടെ ഉണ്ട്, ഇൻറ്റു -2 10 മൈനസ് എക്സ് ഹോൾ -2 -1 ഇൻറ്റു -x അല്ലേ, അതിൻ്റെ ഒരു -1 കൂടി വരും. ഓക്കെ, അതായത് 4 ഇൻറ്റു -2 ഇൻറ്റു -1 10 മൈനസ് x⁻² -2 -1 അതായത് 10 മൈനസ് x⁻³ സോ അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 4 ഇൻറ്റു -2 ഇൻറ്റു -1 ബൈ 10 മൈനസ് എക്സ് ഹോൾ ക്യൂബ്. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ആ 2നെ നമ്മൾ കോമൺ ആക്കി പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 2KI1, ബാക്കി ഇവിടെ എന്താ ഉള്ളത്, -1/x³. അതാണ് ഇവിടെ ഉള്ളത്, -1/x³. ഇവിടെ 2നെ മാത്രമേ പുറത്തെടുത്തുള്ളൂ, മൈനസ് ഇവിടെ ഉണ്ട്, -1 ഇൻറ്റു -1 പ്ലസ് ആവും. സോ 4/10 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് -1/x³ എന്ന് കിട്ടും. ഇനി ഇതാ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 2KI1 ഇൻറ്റു 4/10 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് -1/x³ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സ് ഹോൾ ക്യൂബ് -1/x ഹോൾ ക്യൂബ് എന്ന ഫോമിൽ എഴുതാൻ പറ്റും. അതായത് A³ - B³ എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ A എന്താണ്, A ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സും B എന്താണ് 1/xഉം. അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ A³ - B³ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം, A - B ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B² എന്ന് എഴുതാം. സോ 2KI1 അതിനെ അങ്ങനെ തന്നെ വെച്ചു. ഇനി ഇതിനെ നമ്മൾ ഇതിൽ നിന്നും A - B പുറത്തേക്ക് എടുക്കണം. സോ A എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 4. സോ ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സ് അതാണ് A. സോ ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സ് മൈനസ് B എന്താണ് 1/6 1/x -1/x ഇൻറ്റു അടുത്തത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ് A² എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ക്യൂബ് റൂട്ട് ഓഫ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക, ക്യൂബ് റൂട്ട് ഓഫ് 4ന് നമുക്ക് 4⁻1/3 എന്ന് എഴുതാം അല്ലേ. സോ 4⁻1/3 ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 4⁻2/3. അതായത് ഇതിനെ 4² എന്ന് എഴുതാം. 4² എന്താണ് 16. സോ 16⁻1/3 16⁻1/3 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 16. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ക്യൂബ് റൂട്ട് ഓഫ് 16 ബൈ താഴെയുള്ള 10 മൈനസ് എക്സ് ദ ഹോൾ A² ആണ്. സോ ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഓഫ് 4ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 16 കിട്ടിയത്, ബൈ താഴെയുള്ള 10 മൈനസ് എക്സ് ഉണ്ട്. സോ 10 മൈനസ് x² പ്ലസ് AB. A എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 4 ഇൻറ്റു 10 മൈനസ് എക്സ് ഇൻറ്റു 1/x. സോ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് കൂടെ വരും, പ്ലസ് B². B എന്താണ് 1/x ആണ്. സോ 1/x² എന്ന് കിട്ടും. നമുക്ക് dl/dx L' എന്താണെന്ന് കിട്ടിയത്, ഇങ്ങനൊരു എക്സ്പ്രഷനാണ് കിട്ടിയത്. നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഈക്വൽ ടു 0 കൊടുക്കണം. ഇത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ x - A ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക, x - A ഈക്വൽ ടു 0 എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 കൊടുക്കുക അല്ലേ. അത് വെച്ചിട്ട് ഇവിടുന്ന് നമുക്ക് എന്താ പറയാം, ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സ് മൈനസ് 1/x ഈക്വൽ ടു 0 എന്നെടുക്കാം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 4/10 മൈനസ് എക്സ് മൈനസ് 1/x ഈക്വൽ ടു 0 എന്നെടുത്തു. അതായത് ഇതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യൂബ് റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സ് മൈനസ് 10 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ
ക്യൂബ് റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സ് മൈനസ് 10 പ്ലസ് എക്സ് എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ് റൂട്ടാണ്. ഇവിടെ നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, ഇവിടെ 1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സ് കിട്ടും, മൈനസ് 10 ഈക്വൽ ടു 0. സോ ഈ 10 ഇങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടു 10 എന്ന് വരും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് കിട്ടും. അപ്പോൾ എൽ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു പോയിൻ്റാണ് കിട്ടിയത്. എക്സ് ഇസ് ഈക്വൽ ടു 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് കിട്ടി. സോ ഈ വാല്യൂവിൽ ഈ ഫംഗ്ഷൻ എന്താണ്, ഇതെന്താണ് ഈ ഫംഗ്ഷൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. സോ ഈ വാല്യൂവിൽ ഈ ഫംഗ്ഷൻ ഒരു ലോക്കൽ മാക്സിമയോ അല്ലെങ്കിൽ ലോക്കൽ മിനിമയോ എക്സിസ്റ്റ് ചെയ്യും. സോ അത് മാക്സിമം ആണോ മിനിമം ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എല്ലിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു. സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെയാണ്, അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നോക്കി നോക്കൂ, ദിസ് വിൽ ആൾവേസ് ബി പോസിറ്റീവ്. കാരണം എന്താണ്, ഇവിടെ 10-x⁴ ആണ് അല്ലേ, പവർ 4 ആണ് വരുന്നത്. സോ ഇത് പോസിറ്റീവ് ആവും. പിന്നെ x⁴ ഇതും പോസിറ്റീവ്. സോ ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദാറ്റ് ഈ d²L/dx² എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4ലും ഇതെന്താവും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4ൽ എൽ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഈ പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ വാല്യൂ 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 0-10 ഇടയിലാണ് വരുന്നത്. ആൻഡ് ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലിന് ഒരു മിനിമം വാല്യൂ കിട്ടുന്നുണ്ടും എന്ന് കിട്ടി. ദെർഫോർ ദ ഡാർക്കസ്റ്റ് പോയിന്റ് ഓൺ ദ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ജോയിനിങ് ദ 2 ലൈൻ സോഴ്സസ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4 മീറ്റേഴ്സ് ഫ്രം ദ സ്മോളർ ലൈറ്റ് സോഴ്സ്. നമ്മളിവിടെ എക്സ് ചൂസ് ചെയ്തത് എന്താണ്, സ്മോളർ ലൈറ്റ് സോഴ്സ് ആയ എയിൽ നിന്നും ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ എക്സ് ചൂസ് ചെയ്തത്. എക്സ് ഇസ് ഈക്വൽ ടു 10/1 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 4 ആകുമ്പോഴാണ് എല്ല് മിനിമം അറ്റൈൻ ചെയ്യുന്നത്, അതായത് ഇലുമിനേഷൻ ഏറ്റവും കുറയുന്നത്. ദാറ്റ് ഈസ് ദ ഡാർക്കസ്റ്റ് പോയിൻറ്റ്.